IPL വിവാദ നായകൻ ലളിത് മോദിയുടെ ആതിഥ്യം സ്വീകരിച്ച് കോൺഗ്രസ് MP ശശി തരൂർ മുംബൈയിൽ സ്വകാര്യ ഹോട്ടലിൽ തങ്ങിയതായി രേഖകൾ. രാജസ്ഥാൻ മുഖ്യമന്ത്രി വസുന്ധര രാജെ, സുഷമ സ്വരാജിന്റെ ഭർത്താവ് എന്നിവരും ലളിത് മോദിയുടെ ആതിഥ്യം സ്വീകരിച്ചതായി രേഖകൾ പറയുന്നു. അതേസമയം ലളിത് മോദിയെ സഹായിച്ച വസുന്ധര രാജയെ വിവാദത്തിൽ പിന്തുണയ്ക്കേണ്ടെന്ന് BJP നേതൃത്വം നിലപാടെടുത്തതായാണ് സൂചന. 2010 IPL ഉദ്ഘാടന വേളയിലാണ് അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന ശശി തരൂർ ലളിത് മോദിയുടെ ചെലവിൽ മുംബൈയിലെ സ്വകാര്യ ഹോട്ടലിൽ തങ്ങിയത്. അതേ IPL കാലയളവിലാണ് വിവാദങ്ങളെ തുടർന്ന് തരൂർ കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെക്കുന്നതും. തരൂരിനെ കൂടാതെ രാജസ്ഥാൻ മുഖ്യമന്ത്രിയായ വസുന്ധര രാജെ, സുഷമ സ്വരാജിന്റെ ഭർത്താവ് സ്വരാജ് കൗസിൽ എന്നിവരും അന്നേ ദിവസം ഹോട്ടലിലെ മറ്റു മുറികളിലായി ലളിത് മോദിയുടെ ചെലവിൽ താമസിച്ചുവെന്ന രേഖകളിൽ തെളിയുന്നു. ഹോട്ടൽ ബില്ലിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. BCCI 2 കോടിയോളം വരുന്ന ഹോട്ടൽ ബില്ലടയ്ക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ലളിത് മോദി സ്വയം പണമടച്ചു. അതേസമയം ലളിത് മോദിയെ ലണ്ടനിൽ തുടരാൻ സഹായിച്ച രാജസ്ഥാൻ മുഖ്യമന്ത്രി വസുന്ധര രാജയെ വിവാദത്തിൽ പിന്തുണയ്ക്കേണ്ടെന്ന നിലപാടാണ് BJP കേന്ദ്ര നേതൃത്വം സ്വീകരിക്കുന്നത്. വസുന്ധര രാജയുടെ മകന്റെ കമ്പനിയിൽ ലളിത് മോദി അധിക പണം നൽകി ഓഹരിയെടുത്തതായി തെളിയിക്കുന്ന രേഖകളും പുറത്തു വന്നിരുന്നു. എന്നാൽ സുഷമ സ്വരാജിന് പിന്നിൽ കേന്ദ്ര സർക്കാരും പാർട്ടിയും ഒറ്റക്കെട്ടാണെന്ന് കേന്ദ്രമന്ത്രി രാജീവ് പ്രതാപ് റൂഡി വ്യക്തമാക്കി. भारतीय जनता पार्टी और भारतीय जनता पार्टी की नेतृत्व पूरे तौर पर सुषमा जी के पीठ पर खड़ी है. ഇതിനിടെ തനിക്ക് പിന്തുണ അറിയിച്ച 20 MLA-മാർ BJP ദേശീയ അധ്യക്ഷനെ കണ്ടുവന്ന വാർത്തകൾ വസുന്ധര രാജെ നിഷേധിച്ചു. വസുന്ധര രാജെ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധം രാജസ്ഥാൻ കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി ഇന്ന് ആരംഭിച്ചു. इस सब की जांच होनी चाहिए और हम समझते हैं कि इसमें CBI को जांच करनी चाहिए, लेकिन जांच तब हो जब ये लोग अपने पदों से हट जाएं. റിപ്പോർട്ടർ, ദില്ലി.